ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗാർഡനിലെ ചെറിയ കുറച്ച് പണികളൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗാർഡനിൽ ഫ്ലവറിങ് പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെടി തന്നെയാണ് ഈ കോളിയസ് പ്ലാന്റ്സ്. അപ്പോൾ കോളിയസ് പ്ലാന്റ്സിൻ്റെ കുറേ പ്ലാന്റ് നമുക്ക് മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് മുമ്പേ എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് തന്നെ പോട്ട്സൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അന്നേരം എടുത്ത് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ കോളിയസ് പ്ലാന്റ്സിന് നമുക്ക് എല്ലാവർക്കും അറിയാം, വേഗത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ലോ കെയറോട് കൂടിയിട്ട് തന്നെ നോക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കോളിയസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ പോട്ട്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പോട്ട്സിൽ പ്ലാന്റ്സൊക്കെ പൊരിച്ച് കളഞ്ഞതിന് ശേഷം അതിൽ മണ്ണൊക്കെ ഒന്നുകൂടി റീഫിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിന് താഴെയായിട്ട് ഇത്ര ഭാഗത്തോളം കരിയിലകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ടും കരിയിലകൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കാറുള്ളത്. പിന്നെ ഇത് നോർമലായിട്ടുള്ള കോളിയസ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഗാർഡൻ സോയിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ വളങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വേഗത്തിൽ തന്നെ വേര് പിടിക്കുന്ന ചെടിയാണ് കോളിയസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ടൈപ്സ് കോളിയസൊക്കെ ഇനിയിപ്പോൾ പോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ സമയത്താണ് നമ്മൾ നട്ടു കൊടുക്കുന്നുള്ളത്. കോളിയസിൻ്റെ ഒന്ന് കമ്പ് പൊട്ടിച്ച് കുത്തി കൊടുത്താൽ മതിയാകും. വേഗത്തിൽ തന്നെ റൂട്ട് വരുന്ന പ്ലാന്റാണ്. നമുക്കിതിപ്പോൾ മണ്ണിൽ കുത്തുന്നില്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചതിന് ശേഷം റൂട്ട് ഫോം ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ കുറേ ടൈപ്സ് കോളിയസ് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മഴയും വെള്ളവും ഒക്കെ ആയതിനു ശേഷം നമ്മൾ കുറേ കോളിയസ് പ്ലാന്റ്സൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ തൽക്കാലമായിട്ട് നമ്മൾ കയ്യിലുള്ളത് ഇപ്പോൾ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ ആ പോട്ട്സിൽ ഗാർഡൻ സോയിൽ നിറച്ചതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു ഇത് ഉണ്ടാക്കി നമുക്ക് സാധാരണ പ്ലാന്റ്സൊക്കെ പ്ലാന്റ് ചെയ്യുന്ന പോലെ നട്ടു കൊടുക്കാം. നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് നമുക്ക് വളരെ വേഗത്തിൽ കോളിയസ് പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ടും പ്രൂൺ ചെയ്തിട്ടുമൊക്കെ ബുഷിയാക്കിയിട്ട് നിലനിർത്താം. പൂക്കളൊക്കെ വരുമ്പോൾ അതിനൊക്കെ നുള്ളി കൊടുത്തിട്ട് എല്ലാവർക്കും അറിയുണ്ടാകും കോളിയസിനെ നല്ല മനോഹരമാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. കോളിയസ് പ്ലാന്റിന് പ്രധാനമായിട്ടും കാണുന്ന അസുഖം എന്ന് പറയുന്നത് ഉറുമ്പുകൾ കയറിയിട്ട് അതിൻ്റെ തണ്ടിൽ ഇത് വേറെ തന്നെ ഒരു തരത്തിലൊരു കൂട് പോലെ ആക്കിയിട്ട് അത് നശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളടുത്ത് വരുന്നത് വെള്ളീച്ചകളാണ്. വെള്ളീച്ചകളും പിന്നെ ചില വണ്ണാൻ പോലത്തത് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് പ്ലാന്റിനെ നശിപ്പിക്കാറുണ്ട്. അതൊക്കെയാണ് ഇതിൽ കണ്ടുവരുന്ന കീടങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കോളിയസ് പ്ലാന്റ്സ് നമ്മൾ ദിവസവും വെള്ളം നനയ്ക്കേണ്ട സമയത്തൊക്കെ ഇങ്ങനെ ലീവ്സൊക്കെ ഒന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ കയറി കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പെരുകി എല്ലാ പ്ലാന്റ്സിനും അത് ബാധിക്കും. പിന്നെ വെള്ളം ദിവസവും വേണ്ട പ്ലാന്റാണിത്. നല്ല സൺലൈറ്റിലാണ് നമ്മളൊക്കെ ഇത് സെറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളവും ഇതിന് ആവശ്യമാണ്. വേഗം തന്നെ പ്ലാന്റ് വാടി പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗാർഡനിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. നമ്മുടെ ഗാർഡനിൽ മോശമായിട്ടുള്ള പ്ലാന്റ്സൊക്കെ മാറ്റി എല്ലാം റിപ്പോർട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് നമ്മളിപ്പോൾ ഓണത്തിനൊക്കെ വരവേൽക്കുന്ന വസന്തകാലമാണ്. അപ്പോൾ എല്ലാവരും പ്ലാന്റ്സൊക്കെ നട്ട് ഗാർഡനെ മനോഹരമാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ എല്ലാ പ്ലാന്റും കൂടി നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ടൈപ്സൊക്കെ കഴിഞ്ഞു. ഇനിയും നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി കളക്ട് ചെയ്തിട്ട് വളർന്നാലുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോളിയസൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. കോളിയസിൻ്റെ ലീവ്സൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പല കളറിലും അതുപോലെ തന്നെ പല ഷേപ്സിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലീവ്സാണ് കോളിയസിൻ്റേത്. ഇനി നമുക്ക് ഇതായി കാണുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന സ്പൈഡർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ആ പ്ലാന്റ് ഒന്ന് മാറ്റി നടാനുണ്ട്. അതായത് ഈ പ്ലാന്റൊക്കെ കൂടുതലായിട്ട് മോശമായി വന്നിട്ടുണ്ട്. ഓവർ ഗ്രോത്തും അതുപോലെ തന്നെ കുറേ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ ലീവ്സൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഗാർഡനിലുള്ള ചെറിയ ചെറിയ പണികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അല്ലാതെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിലില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കൂടാതെ ഒന്ന് വാടിയതും മോശമായതൊക്കെ ഉണ്ട്. ഓവർ ഗ്രോത്തായി വന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം.
ഇതാണ് നമ്മളിപ്പോൾ മാറ്റി കൊടുത്തിട്ടുള്ളത്. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നട്ടിട്ടുള്ളത്. അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് പൊരിച്ചെടുത്തിട്ട് നമ്മൾ വേറെ പോട്ടിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ തെഴുത്ത് വളർന്നാലുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബായ്, താങ്ക് യു.